ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ അഞ്ജലി യു. CSEB ജൂനിയർ ക്ലർക്ക് ഓർ കാഷ്യർ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടി അക്കൗണ്ടൻസിയിൽ നിന്നും കൺസൈൻമെന്റ് എന്ന ടോപ്പിക്കിൽ നിന്നും സ്ഥിരമായി ചോദിക്കുന്ന കുറച്ച് PYQs നോക്കിയാലോ? തുടങ്ങല്ലേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വെൻ ഗുഡ്സ് ആർ സെൻഡ് ടു എൻ ഏജന്റ് ടു ബി സോൾഡ് ബൈ ഹിം ഓൺ അക്കൗണ്ട് ആൻഡ് അറ്റ് ദ റിസ്ക് ഓഫ് ദ പ്രിൻസിപ്പൽ ദ ട്രാൻസാക്ഷൻ ഈസ് കോൾഡ്. ഇവിടെ ഗുഡ്സ് ഒരു ഏജന്റിന് സെല്ല് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ട്രാൻസാക്ഷന് എന്താണ് പറയുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞു കൺസൈൻമെന്റിൽ നിന്നുള്ള PYQs ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കാം. വെൻ ഗുഡ്സ് ആർ സെൻഡ് ടു എൻ ഏജന്റ് to be sold by him on account and at the risk of the principal the transaction is called. Goods are sent to an agent. ഒരു ഏജന്റിന് ഗുഡ്സ് സെൻഡ് ചെയ്യുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത്. കൺസൈൻമെന്റിൽ നിന്നുള്ള ടോപ്പിക് ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ നമുക്ക് കൺസൈൻമെന്റ് എന്താണ് എന്ന് ഷോർട്ട് ആയിട്ടൊന്ന് നോക്കാം അല്ലെ. ഒരു ഓണർ ഒരു ആള് പ്രൊഡ്യൂസ് ചെയ്ത ഗുഡ്സ് സെല്ല് ചെയ്യാൻ വേണ്ടി ഏജന്റിനെ ഏൽപ്പിക്കുകയാണ്. ആള് പ്രൊഡ്യൂസ് ചെയ്ത ഗുഡ്സ് സെല്ല് ചെയ്യാൻ വേണ്ടി ഏജന്റിനെ ഏൽപ്പിക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് കൺസൈൻമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഓണറെ നമ്മൾ കൺസൈനർ എന്നാണ് പറയുന്നത്. ഓണറെ കൺസൈനർ എന്നാണ് പറയുന്നത്. ഏജന്റിനെ കൺസൈനി എന്നാണ് പറയുന്നത്. ഓക്കെ, കൺസൈനിയുടെ കയ്യിൽ കുറച്ച് ഗുഡ്സ് സെല്ല് ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കുകയാണ്. കൺസൈനി അത് എന്ത് ചെയ്യും? കൺസൈനറുടെ ബിഹാഫിൽ നിന്നുകൊണ്ട് ആ ഗുഡ്സ് സെല്ല് ചെയ്ത് കൊടുക്കും. ഇങ്ങനെ സെല്ല് ചെയ്ത് കൊടുക്കാൻ വേണ്ടി കൺസൈനർ കൺസൈനിക്ക് കൊടുക്കുന്നത് കമ്മീഷൻ ആണ് കേട്ടോ, കമ്മീഷൻ ആണ്. അപ്പൊ ഈ ഒരു പ്രോസസ്സിനെ എന്താണ് പറയുക എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? കൺസൈനർ ഇവിടെ ആരാണ്? പ്രിൻസിപ്പൽ ആണ്. കൺസൈനി എന്ന് പറയുന്നത് ആരാണ്? ഏജന്റ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ കൺസൈൻമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ക്വസ്റ്റ്യന്റെ ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ ബി കൺസൈൻമെന്റ് ആണല്ലേ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ചോദ്യം കൂടി നോക്കാം. ഓക്കെ, in the books of consignee the profit on consignment will be transferred to. കൺസൈനിയുടെ ബുക്കിൽ കേട്ടോ, ക്വസ്റ്റ്യൻ ക്ലിയർ ആയി നോക്കണേ. കൺസൈനിയുടെ ബുക്കില് പ്രോഫിറ്റ് ഓൺ കൺസൈൻമെന്റ് എങ്ങോട്ടാണ് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ ആരാണ് കൺസൈനർ, ആരാണ് കൺസൈനി എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു. കൺസൈനർക്ക് വേണ്ടി ആ ഗുഡ്സ് സെല്ല് ചെയ്ത് കൊടുക്കുമ്പോൾ കമ്മീഷൻ ആണ് കൊടുക്കുന്നത് എന്നും പറഞ്ഞു. അപ്പൊ ഈ കമ്മീഷൻ ആണ് അവിടെ കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കൺസൈനിക്ക് പ്രോഫിറ്റ് വരുമോ? കൺസൈനി സെല്ല് ചെയ്ത് കൊടുക്കുന്നു. ആ സെല്ല് ചെയ്ത് കൊടുക്കുന്നതിന് കൺസൈനിക്ക് കമ്മീഷൻ കിട്ടുന്നുണ്ട്. അപ്പൊ പ്രോഫിറ്റ് എന്ന് പറയുന്നത് കൺസൈനിക്ക് എന്താണ്? വരുന്നില്ല. പ്രോഫിറ്റും ലോസും കൺസൈനിക്ക് വരുന്നില്ല. അതുകൊണ്ട് തന്നെ കൺസൈനിയുടെ ബുക്കിൽ പ്രോഫിറ്റ് എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും ഉത്തരം? എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നൺ ഓഫ് ദീസ് ആണ് കേട്ടോ. കൺസൈനിക്ക് പ്രോഫിറ്റും ലോസും വരുന്നില്ല. അപ്പൊ ഓപ്ഷൻ എന്താണ്? കറക്റ്റ് ആൻസർ വരുന്നത് എന്താണ്? നൺ ഓഫ് ദീസ് ആണ് കേട്ടോ. അപ്പൊ കൃത്യമായി ആരുടെ ബുക്സ് ഓഫ് അക്കൗണ്ട് ആണ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് എന്ന് കൃത്യമായി ക്വസ്റ്റ്യൻ വായിച്ചു നോക്കണം. കൺസൈനിയുടേതാണെങ്കിൽ കൺസൈനിക്ക് പ്രോഫിറ്റും ലോസും വരുന്നില്ല എന്ന് മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ചോദ്യം നോക്കിയാലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡാഷ് ഈസ് പ്രിപ്പയർഡ് ബൈ ദ കൺസൈനി ഇൻഡിക്കേറ്റിംഗ് ദ ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി ഓഫ് ഗുഡ്സ് സോൾഡ് ബൈ ഹിം. അതായത് ഇവിടെ കൺസൈനി പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് എന്താണ് എന്നാണ് ചോദ്യം കേട്ടോ. പ്രിപ്പയർഡ് ബൈ ദ കൺസൈനി എന്നാണ്. എന്ത് ഇൻഡിക്കേറ്റ് ചെയ്തുകൊണ്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി ഓഫ് ഗുഡ്സ് സോൾഡ്. കൺസൈനി സെൽ ചെയ്തിട്ടുള്ള ഗുഡ്സിന്റെ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും എല്ലാം ഇൻഡിക്കേറ്റ് ചെയ്തുകൊണ്ട് കൺസൈനി പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റിന്റെ പേര് എന്താണ് എന്നാ ചോദിച്ചിരിക്കുന്നത്. ഇത് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. പല മോഡലിലും പല രീതിയിലും ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത് വരുന്നത്. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് അക്കൗണ്ട് സെയിൽസ് ആണ് കേട്ടോ. കൺസൈനി സെൽ ചെയ്തിട്ടുള്ള ഗുഡ്സിന്റെ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും എല്ലാം ഇൻഡിക്കേറ്റ് ചെയ്തുകൊണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റിനെ നമ്മൾ അക്കൗണ്ട് സെയിൽ എന്ന് പറയൂ കേട്ടോ. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കൺസൈനർ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് അല്ലെ. ഫസ്റ്റ് കൺസൈനർ ഒരു സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. കൺസൈനിക്ക് ഗുഡ്സ് കൊടുക്കുന്ന ടൈമിൽ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അതിന്റെ പേര് പ്രൊഫോമ ഇൻവോയ്സ് എന്നാണ്. അപ്പോൾ കൺസൈനർ ടു കൺസൈനി ആണെങ്കിൽ പ്രൊഫോമ ഇൻവോയ്സും, കൺസൈനി ടു കൺസൈനർ ആണെങ്കിൽ അക്കൗണ്ട് സെയിൽസും ആണ് കേട്ടോ. അപ്പൊ അത് മാറിപ്പോവരുത്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ച് ആൻസർ ചെയ്യണം. നെക്സ്റ്റ് ചോദ്യം നോക്കിയാലോ.
In the books of the consignee, the expense incurred by him on consignment are debited to dash account. ഇവിടെ ചോദ്യം എന്താണ്? കൺസൈനിയുടെ ബുക്കാണ് കേട്ടോ. ഇൻ ദ ബുക്സ് ഓഫ് കൺസൈനി, കൺസൈനിയുടെ ബുക്സിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? എക്സ്പെൻസ് ഇൻകേർഡ് ബൈ ഹിം, എക്സ്പെൻസ് കൺസൈനിയാണ് ഇൻകർ ചെയ്തിരിക്കുന്നതെങ്കിൽ എന്തിനെ ഡെബിറ്റ് ചെയ്യണമെന്നാണ്. സാധാരണ കൺസൈൻമെന്റില് എക്സ്പെൻസ് ആരാണ് ഇൻകർ ചെയ്യുക? എക്സ്പെൻസ് ആരാണ് മീറ്റ് ചെയ്യേണ്ടത്? കൺസൈനർ അല്ലേ മീറ്റ് ചെയ്യേണ്ടത്? കൺസൈനർ ആണ് സാധാരണ കൺസൈൻമെന്റില് എക്സ്പെൻസ് മീറ്റ് ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? കൺസൈനി ആണ് എക്സ്പെൻസ് മീറ്റ് ചെയ്തിരിക്കുന്നതെന്നാ പറഞ്ഞിരിക്കുന്നത്. കൺസൈനി എക്സ്പെൻസ് മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൺസൈനിയുടെ കയ്യിൽ നിന്നും എന്ത് പോവും? എക്സ്പെൻസ് കൊടുത്തു കഴിഞ്ഞാൽ കൺസൈനിയുടെ കയ്യിൽ നിന്നും ക്യാഷ് കുറയൂ അല്ലെ? ക്യാഷ് കുറയും, കുഴപ്പമില്ല, ക്യാഷ് കുറഞ്ഞോട്ടെ. പക്ഷെ ഇത് ആര് തരണം? കൺസൈനിക്ക് അത് കൺസൈനർ തിരിച്ചു തരൂ കേട്ടോ. കൺസൈനിക്ക് അത് കൺസൈനർ തിരിച്ചു കൊടുക്കേണ്ട കടമയുണ്ട് അല്ലെ? കൺസൈനർ തിരിച്ചു കൊടുക്കും. സാധാരണഗതിയിൽ എക്സ്പെൻസ് മീറ്റ് ചെയ്യേണ്ടത് നമ്മുടെ കൺസൈനർ ആണ്. അപ്പോ കൺസൈനി മീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൺസൈനർ അത് തിരിച്ചു കൊടുക്കണം എന്നതുകൊണ്ട് തന്നെ കൺസൈനർ എന്താണ്? കൺസൈനിയെ സംബന്ധിച്ചിടത്തോളം അസറ്റ് ആണ്. ഇന്നല്ലെങ്കിൽ നാളെ ആ പൈസ ചെലവാക്കിയ എക്സ്പെൻസ് തിരിച്ചു തരും. അപ്പോ അസറ്റ് എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്കറിയാം അല്ലെ? അസറ്റ് എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്താൽ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ഓക്കെ, ഡെബിറ്റ് ചെയ്യണം. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? അതായത് കൺസൈനി എക്സ്പെൻസ് ഇൻകർ ചെയ്താൽ എന്ത് ഡെബിറ്റ് ചെയ്യണം എന്നായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ആൻസർ കിട്ടിയില്ലേ? കൺസൈനർ എന്ന അസറ്റിനെയാണ് എന്ത് ചെയ്യേണ്ടത്? ഡെബിറ്റ് ചെയ്യേണ്ടത്. കൺസൈനർ എന്ന അസറ്റിനെയാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കൺസൈൻമെന്റ് പഠിക്കുന്നവർക്ക് അറിയാം, കൺസൈനർക്ക് ജേണൽ എൻട്രി ഉണ്ട്, കൺസൈനിക്ക് ജേണൽ എൻട്രി ഉണ്ട്. അപ്പൊ അത് മാറിപ്പോവരുത്. എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്ന് കൃത്യമായ ഒരു ഓർഡറിൽ പഠിച്ചു കഴിഞ്ഞാലാണ് നമുക്കിത് ആൻസറിലോട്ട് എത്താൻ പറ്റുള്ളൂ. ഇനി ഇത് നമ്മൾ കാണാതെ പഠിച്ചു എന്നിരിക്കട്ടെ, ഈ ഒരു ക്വസ്റ്റ്യൻ PYQ ആണ്, ഞാനൊന്ന് കാണാതെ പഠിച്ചു എന്നിരിക്കട്ടെ വിചാരിച്ചാൽ ഇവിടെ ഡെബിറ്റഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് പേപ്പറിൽ ക്രെഡിറ്റഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ അറിയില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അത് എങ്ങനെ ആൻസറിലോട്ട് എത്തി എന്ന് കൃത്യമായി പഠിച്ചു വേണം മുന്നോട്ട് പോവാൻ. അപ്പൊ ക്ലിയർ ആയെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. When cash sales are made by consignee, the account to be credited in consignee's book. ഇവിടെ എന്താ ചോദ്യം വന്നിരിക്കുന്നത്? ക്യാഷ് സെയിൽസ് കൺസൈനി ചെയ്തിട്ടുണ്ട്. അതായത് കൺസൈനി ആണല്ലോ സെയിൽ നടത്തേണ്ടത്. അപ്പൊ കൺസൈനി ക്യാഷ് സെയിൽ നടത്തിയിട്ടുണ്ട്. ഏത് അക്കൗണ്ട് ആണ് കൺസൈനിയുടെ ബുക്കില് ഏത് അക്കൗണ്ട് ആണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത് എന്നാണ് ചോദ്യം കേട്ടോ. അപ്പൊ നമുക്കറിയാം സാധാരണ കൺസൈനി തന്നെയാണ് സെയിൽ നടത്തേണ്ടത്. കൺസൈനി സെയിൽ നടത്തി കഴിഞ്ഞാൽ എന്താണ്? കൺസൈനിക്ക് ക്യാഷ് കിട്ടും അല്ലെ? ക്യാഷ് കിട്ടും. ക്യാഷ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ, ക്യാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസറ്റ് ആണെന്ന് നമുക്കറിയാം. ക്യാഷ് ഇൻക്രീസ് ചെയ്താൽ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം എന്ന് നമുക്കറിയാം അല്ലെ? ഓക്കെ, ഇനി കൺസൈനിക്ക് ക്യാഷ് കിട്ടി. ഈ ക്യാഷും വെച്ച് കൺസൈനിക്ക് ഇരിക്കാൻ പറ്റുമോ? ഈ ക്യാഷ് കൺസൈനിയുടേതാണോ? അല്ലല്ലോ. ഈ ക്യാഷ് എന്ത് ചെയ്യണം? കൺസൈനർക്ക് കൊടുക്കണം അല്ലെ? അങ്ങനെ കൺസൈനർക്ക് കൊടുക്കണം എന്ന ഒരു ബാധ്യത കൂടി എന്താണ് അവിടെ ഉണ്ടാവുകയാണ്. ക്യാഷ് കിട്ടുന്നതിനോടൊപ്പം തന്നെ ഈ ക്യാഷ് കൺസൈനർക്ക് കൊടുക്കണം എന്നൊരു ബാധ്യത കൂടി ഉണ്ടാവുകയാണ് അല്ലെ? അപ്പൊ നമുക്കറിയാം ലയബിലിറ്റി ഇൻക്രീസ് ചെയ്താൽ എന്ത് ചെയ്യണം? ലയബിലിറ്റി ഇൻക്രീസ് ചെയ്താൽ ക്രെഡിറ്റ് ചെയ്യണം. അപ്പൊ ഈ രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാന്? ഓരോ ക്വസ്റ്റ്യനും അനലൈസ് ചെയ്യാന്. അപ്പൊ ആൻസർ എന്താണ്? കൺസൈനിയുടെ ബുക്കിൽ എന്താണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത് എന്ന്. എന്താണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്? നമുക്ക് ആൻസർ കിട്ടിയില്ലേ? എന്താണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്? കൺസൈനറിനെയാണ് കേട്ടോ ക്രെഡിറ്റ് ചെയ്യേണ്ടത്. ഓപ്ഷൻ C ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കൺസൈൻമെന്റ് എന്ന ടോപ്പിക്കിൽ നിന്നും പ്രീവിയസ് ആയിട്ട് വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് കരുതുന്നു. ഓക്കെ, അപ്പൊ നമ്മളൊരു ടോപ്പിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ രീതിയിൽ വേണം അനലൈസ് ചെയ്ത് ക്ലിയർ ആയി പഠിച്ചെടുക്കാൻ. ജസ്റ്റ് കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റത്തില്ല. അപ്പൊ ഇവിടെ പറഞ്ഞതുപോലെ നമ്മുടെ കണക്കുകൂട്ടലുകളൊന്നും തെറ്റത്തില്ല. CSEB 3 month 6 month ബാച്ച് നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അഡ്മിഷനുമായി ബന്ധപ്പെട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ഓക്കെ, ഇതുപോലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്